നവാഭിഷിക്തനായ കർദിനാൾമാർ ജോർജ് ജേക്കബ് കൂവക്കാടിന് തിരുവല്ല അതിരൂപത മാന്നാർ സെന്റ് മേരീസ് ഈസ്റ്റ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ ഊഷ്മളമായ സ്വീകരണവും സ്നേഹാദരവും നൽകി. മാതൃവഴിയിലുള്ള പൂർവികരുടെ ദേവാലയവും കബറിടവും സന്ദർശിക്കാൻ എത്തിയതായിരുന്നു കർദിനാൾ. ദേവാലയ കവാടത്തിൽ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത, ഇടവക വികാരി, പള്ളി ഭരണസമിതി, സമീപ ഇടവകളിലെ വൈദികർ, സിസ്റ്റേഴ്സ്, വൈദിക വിദ്യാർത്ഥികൾ, വിശ്വാസികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ബന്ധങ്ങൾ എപ്പോഴും ശ്രേഷ്ഠമാണെന്നും അതിൽ രക്തബന്ധങ്ങൾക്ക് ഒരു ദൈവിക മാനമുണ്ടെന്നും അത് ഒരിക്കലും മായ്ക്കാനാവുന്നതല്ല എന്നും കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് പറഞ്ഞു. ഞാൻ മറ്റ് മെത്രാന്മാരിൽ നിന്ന് വ്യത്യസ്തനാണ്. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല, രൂപതയില്ല. അതുകൊണ്ട് നിങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ദയമായിട്ട് ചോദിക്കാനാണ് ഞാനിവിടെ എത്തിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നെത്തുന്ന അനുഗ്രഹങ്ങളെന്ന് പറയുന്നത് നമുക്ക് കൃതജ്ഞതയോടെ സ്വീകരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ സാധാരണക്കാരനാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ് ഇങ്ങനെയൊരു സ്ഥാനലബ്ധിക്ക് ആധാരമായിട്ട് ഉള്ളത്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, അനുഗ്രഹം, മാതാപിതാക്കളുടെ അനുഗ്രഹം, പിതാമഹന്മാരുടെ അനുഗ്രഹം, പിന്നെ പാവപ്പെട്ടവരുടെ അനുഗ്രഹം, അങ്ങനെ സ്വർഗം തുറന്ന് ലഭിച്ച ഒരു കൃപയാണ്. മാന്നാർ ഈസ്റ്റ് കത്തോലിക്ക ദേവാലയം കർദിനാൾ പിതാവിന്റെ ഇടവക കൂടിയാണെന്നും ഇവിടെ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷണം ഇന്നത്തെ നിലയിൽ എത്തുന്നതിന് സഹായകരമായി എന്നും മലങ്കര കത്തോലിക്ക തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. പിതാവിന്റെ ശുശ്രൂഷകളെയും സ്ഥാനലബ്ധിയെയും കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വലിയ അനുഗ്രഹവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ വളരെ സജീവമായ അനുഭവങ്ങളുമാണ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ ഈ അഭിവന്യ പിതാവ് 51 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ അതിലെ നല്ലൊരു ഭാഗം ആഗോള കത്തോലിക്ക സഭയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം പ്രത്യേകമായി അഭിവന്യ പിതാവിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മളുടെ സഭകളുടെ സന്തോഷമാണ്. അഭിവന്യ പിതാവിൻ്റെ സ്ഥാനലബ്ധിയിൽ സിറോ മലബാർ സഭയും ലത്തീൻ സഭയും സന്തോഷിക്കുന്നത് പോലെ സന്തോഷിക്കുന്ന ഒരനുഭവമാണ് മലങ്കര കത്തോലിക്ക സഭ. വളരെ പ്രത്യേകിച്ച് ഈ മാന്നാർ, കടപ്ര മാന്നാർ സെൻറ്റ് മേരീസ് ഇടവക ദൈവാലയം. അതിൻ്റെ കാരണം പിതാവിൻ്റെ വലിയ മാച്ചൻ ഈ ഇടവകയുടെ അഭിമാന പുത്രനാണ്. അദ്ദേഹം ഈ സഭയിലെ വിവിധ സ്ഥലങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷകൾ നിർവഹിച്ച് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് പോയി. ഈ പ്രദേശത്തെ വളരെ പ്രസിദ്ധമായ ഒരു കുടുംബമാണ് മണലേൽ കുടുംബം. ആ മണലേൽ കുടുംബത്തിലെ ഞങ്ങളുടെ എല്ലാം തോമസ് അച്ഛൻ്റെ വത്സല സഹോദരി അമ്മച്ചിയുടെ കൊച്ചുമകനായിട്ട് ജനിച്ച് പിന്നീട് ദൈവം കൊടുത്ത ധാരാളമായ അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്തി സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട രാജകുമാരൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പോലെ പ്രിയപ്പെട്ട പിതാവ് ഉയർത്തപ്പെട്ടു. പള്ളിയുടെ ഉപഹാരമായ കൈക്കുരിശ് തിരുവല്ല രൂപത വികാരി ജനറൽ ഫാദർ ഐസക് പറപ്പള്ളിയിൽ, വികാരി ഫാദർ ചെറിയാൻ മാമ്പറക്കുഴി എന്നിവർ ചേർന്ന് നൽകി. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയിൽ ഫാദർ വർഗീസ് മണലിൽ, ഫാദർ തോമസ് കല്ലുകുളം, ഫാദർ ജോർജ് വല്ലായിൽ എന്നിവർ പങ്കാളികളായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അഭിവന്യ കർദിനാൾ പ്രസംഗത്തിൽ ഇടവകയോടും വിശ്വാസ സമൂഹത്തോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തി. പൂർവ്വപിതാക്കന്മാരെ അനുസ്മരിക്കുന്നതും അവരുടെ അനുഗ്രഹം തേടുന്നതും അദ്ദേഹത്തിന്റെ നിഷ്ഠയാണെന്നും പരേതനായ ഫാദർ തോമസ് മണലേൽ അച്ഛന്റെ
കബറിടത്തിൽ പ്രാർത്ഥിക്കുക എന്നതാണ് തന്റെ ആഗമന ഉദ്ദേശമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തുടർന്ന് കർദിനാൾ ഫാദർ തോമസ് മണലേൽ, ഫാദർ മാത്യു മണലേൽ ഉൾപ്പെടെയുള്ള പൂർവികരുടെ കല്ലറകളിൽ ഒപ്പീസ് നടത്തി. കുടുംബാംഗങ്ങളുടെയും പരിചയക്കാരുടെയും വിശ്വാസികളുടെയും സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങുകയും അവരോടൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ എളിമയും തിളക്കവും വർദ്ധിപ്പിച്ചു. കർദിനാൾമാർ ജോർജ് കൂവക്കാടിന് തിരുവല്ല അതിരൂപത നൽകിയ ഊഷ്മളമായ വരവേൽപ്പ് ഹൃദ്യമായി. നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കാളികളായി. ചർച്ച് ഡെസ്ക്, ഷെക്നായ് ന്യൂസ്.